ഇക്കഴിഞ്ഞ ദിവസമാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് വന്നത്. ബോണ്ട് അനുസരിച്ച് ആരാണ് ഇതുവരെ സംഭാവനകൾ നൽകിയത്, ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കാണ് കൊടുത്തത് തുടങ്ങിയ വിവരങ്ങൾ മാർച്ച് 6-നകം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. രാഷ്ട്രീയ കക്ഷികൾക്ക് സംഭാവനയിലൂടെ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി ധനസമാഹരണം നടത്താനായി കേന്ദ്രം ഉണ്ടാക്കിയതാണ് ഇലക്ട്രൽ ബോണ്ടുകൾ. SBI വഴിയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ പുറത്തിറക്കുന്നത്. 1000 രൂപ, 10,000 രൂപ, 1 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ, 1 കോടി രൂപ തുടങ്ങിയ തുകകളിലായിരുന്നു ബോണ്ടുകൾ വിറ്റഴിച്ചിരുന്നത്. സംഭാവന എന്ന തരത്തിലായതിനാൽ തന്നെ ഇവയ്ക്ക് 100% നികുതി ഇളവും ലഭ്യമായിരുന്നു. അതേസമയം ബോണ്ടുകൾ സ്വീകരിക്കുന്നവരുടെ വ്യക്തിവിവരങ്ങൾ തികച്ചും സ്വകാര്യമായി തന്നെ ബാങ്കും സംഭാവന സ്വീകരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയും സൂക്ഷിക്കും. അതുകൊണ്ട് തന്നെ സംഭാവന നൽകുന്ന വ്യക്തിയെയോ സ്ഥാപനത്തെയോ കുറിച്ചുള്ള വിവരം ഒരു തരത്തിലും പരസ്യമാകില്ല. വ്യക്തിവിവരങ്ങൾ അംഗീകൃത ബാങ്കിന് നൽകി ലഭ്യമാകുന്ന അക്കൗണ്ടിലൂടെ വ്യക്തിക്കോ സ്ഥാപനത്തിനോ ബോണ്ടുകൾ വാങ്ങി താൽപ്പര്യമുള്ള രാഷ്ട്രീയ കക്ഷിക്ക് സംഭാവനയായി പണം കൈമാറാം. നിശ്ചിത സമയത്തിനുള്ളിൽ രാഷ്ട്രീയ കക്ഷികൾ ബോണ്ടുകൾ പണമാക്കി മാറ്റേണ്ടതുണ്ട്. ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ വാങ്ങാവുന്ന ബോണ്ടുകളുടെയോ തുകയുടെയോ വിഷയത്തിൽ പരിധിയില്ല എന്നതും ഇലക്ട്രൽ ബോണ്ടുകളുടെ പ്രത്യേകതയാണ്. 1951 റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾസ് ആക്ടിന്റെ 29A വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുൻ ലോക്സഭ അല്ലെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടുകളുടെ 1% കുറയാതെ നേടിയ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഇലക്ട്രൽ ബോണ്ടുകൾ വഴി പണം സ്വീകരിക്കാം. 2017 കേന്ദ്ര ബജറ്റ് അവതരണ വേളയിലാണ് മുൻ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഇലക്ട്രൽ ബോണ്ട് പദ്ധതി പ്രഖ്യാപിച്ചത്. തുടർന്ന് ധനനിയമം, ജനപ്രാതിനിധ്യ നിയമം എന്നീ നിയമങ്ങളിൽ ഭേദഗതികൾ വരുത്തി. ഇലക്ട്രൽ ബോണ്ട് വഴി എത്ര പണം നൽകിയാലും പണം നൽകുന്ന വ്യക്തികളോ സ്ഥാപനങ്ങളോ അത് കൈപ്പറ്റുന്ന പാർട്ടികളോ ആർക്കും ഒരു വിവരവും നൽകേണ്ടതില്ല എന്നായിരുന്നു ഒരു ഭേദഗതി. നിലനിന്നിരുന്ന നിയമപ്രകാരം തുടർച്ചയായി 3 വർഷം ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്ക് മാത്രമേ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ഫണ്ട് നൽകാൻ സാധിക്കുകയുള്ളൂ. അതും ആ കമ്പനിയുടെ പരമാവധി അറ്റാദായത്തിന്റെ 7.5% തുക വരെ മാത്രം. പണം കൊടുക്കുന്ന കമ്പനിയുടെയും അത് കൈപ്പറ്റുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും വിശദവിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് വീഴ്ച കൂടാതെ പിന്നാലെ സമർപ്പിക്കുകയും വേണം. ഈ വ്യവസ്ഥകളെല്ലാം മാറ്റി ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നവർക്കും അത് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ നിയമങ്ങൾ ബാധകമല്ല എന്ന പുതിയ വ്യവസ്ഥ എഴുതി ചേർത്തു. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണമായി ലഭിക്കുന്ന എല്ലാ സംഭാവനകളും ദേശീയ സർക്കാരിന്റെ നിയമ ധനകാര്യ വകുപ്പുകളുടെ പരിശോധനകളിൽ നിന്ന് പൂർണ്ണമായും മുക്തമാക്കുന്നതായിരുന്നു FCRA ഭേദഗതി. 10,000-കണക്കിന് ഓഹരി ഉടമകളുള്ള കോർപ്പറേറ്റ് കമ്പനി ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ ഏതൊക്കെ പാർട്ടികൾക്ക് എത്ര കോടി രൂപ വീതം തെരഞ്ഞെടുപ്പ് സംഭാവന കൊടുത്തു എന്ന് ഓഹരി ഉടമകൾക്ക് അറിയാനുള്ള അവകാശം ബോണ്ട് പദ്ധതി നിലവിൽ വന്നതോടെ ഇല്ലാതായി. രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരിൽ നിന്നൊക്കെ എത്രത്തോളം രൂപ തെരഞ്ഞെടുപ്പ് സംഭാവനയായി കിട്ടിയിട്ടുണ്ട് എന്നതറിയാൻ പൗരർക്കുള്ള അവകാശവും ഇല്ലാതായി. 1000, 10,000, 1 ലക്ഷം, 10 ലക്ഷം, 1 കോടി രൂപ വീതം വിലയുള്ള ഇലക്ട്രൽ ബോണ്ടുകളാണ് ആവശ്യക്കാർക്ക് ബാങ്കിലൂടെ ലഭിക്കുക. ഇന്ത്യൻ പൗരരോ ഇന്ത്യയിൽ രജിസ്റ്റേർഡ് ഓഫീസുള്ള വിദേശ കമ്പനികളോ വിദേശ പൗരരോ ആയ ആർക്കും ഇന്ത്യയിലെ ഏതെങ്കിലും അംഗീകൃത ബാങ്കിൽ KYC ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ളിടത്തോളം ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുകയും ഇന്ത്യയിൽ ഔദ്യോഗിക അംഗീകാരമുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ ബോണ്ടുകൾ സംഭാവനയായി നൽകുകയും ചെയ്യാം. എന്നാൽ ഈ പദ്ധതിയുടെ ഭരണഘടനാ പ്രാബല്യത്തെ ചോദ്യം ചെയ്ത് CPM, കോൺഗ്രസും ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ കക്ഷികളും ചില സന്നദ്ധ സംഘടനകളും സുപ്രീം കോടതിയെ സമീപിച്ചു. 2023 ഒക്ടോബറിലാണ് കേസിൽ സുപ്രീം കോടതി വാദം കേട്ടു തുടങ്ങിയത്. ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയുടെ നിയമസാധുതയെക്കുറിച്ചും പദ്ധതി മൂലം രാജ്യത്തിനുണ്ടായേക്കാവുന്ന സുരക്ഷാ ഭീഷണിയെക്കുറിച്ചും ഹർജിക്കാർ വാദങ്ങൾ ഉന്നയിച്ചു. പദ്ധതി മൂലം വിവരാവകാശ ലംഘനം ഉണ്ടാകുമെന്നും കടലാസ് കമ്പനികൾക്ക് അവസരങ്ങൾ ഒരുക്കുമെന്നും അഴിമതിക്ക് പ്രോത്സാഹനമാകുമെന്നും ഹർജിക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. പദ്ധതിയിലൂടെ ലഭ്യമാകുന്ന സംഭാവനകൾ തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾക്കുപരിയായി രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കാൻ ഇടയുണ്ടെന്ന് രാജ്യസഭാംഗവും മുതിർന്ന അഭിഭാഷകനുമായ കപിൽ സിബൽ കോടതിയെ അറിയിച്ചു. എന്നാൽ പദ്ധതി സുതാര്യമാണെന്നും തിരഞ്ഞെടുപ്പിൽ അനധികൃത പണം ഉപയോഗിക്കുന്നതിനെ പദ്ധതി പ്രതിരോധിക്കുമെന്നുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം. വൻ തുകയാണ് ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ BJPയും കോൺഗ്രസും കഴിഞ്ഞ 2 കൊല്ലം നേടിയത്. 2022-23 കാലത്ത് ഏകദേശം 1,300 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയിലൂടെ ഭരണകക്ഷിയായ BJPക്ക് ലഭിച്ചത്. ഇതേ രീതിയിൽ കോൺഗ്രസിന് ലഭിച്ച തുകയുടെ 7 ഇരട്ടിയാണ് ഈ തുക.
2022-23 BJPയുടെ മൊത്തം വരുമാനം 2360.8 കോടി രൂപയാണ്. 2021-22 കാലയളവിൽ ഇത് 1917 കോടി രൂപ മാത്രമായിരുന്നു എന്നതും ശ്രദ്ധേയം. അതേസമയം കോൺഗ്രസ് ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ ലഭിച്ചത് 171 കോടി രൂപയാണ്. 2021-22 കാലത്ത് കോൺഗ്രസിന് 236 കോടി രൂപ നേടാനായിരുന്നു.